എങ്ങനെ നടന്നവരായിരുന്നു കുടുംബത്തിൽ, സഹോദരങ്ങൾക്കിടയിൽ, സമൂഹത്തിൽ. ഒരു ദിവസം പോലും മിണ്ടാത്ത, അല്ലെങ്കിൽ മെസ്സേജ് വിടാത്ത, കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലും. അത്രയ്ക്കും വലിയ ബന്ധങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടാൽ മിണ്ടില്ല, സലാം പറയില്ല, മെസ്സേജ് നോക്കൂല, പല സമയത്തും ബ്ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥ. നിസ്കരിക്കാൻ അടുത്ത് പോലും നിൽക്കാത്ത നിലക്ക് അകന്നു പോയ ബന്ധങ്ങൾ. എന്നോ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ, ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് സംഭവിച്ചു പോയ ഒരു പരിഹാര സംസാരങ്ങൾ, അതോടെ ആ ബന്ധങ്ങൾ അങ്ങോട്ട് മുറിച്ചു മാറ്റപ്പെട്ടതുപോലെയായി. വല്ലാത്ത അവസ്ഥയാണ്. നമുക്കിത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂലേടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് പൊരുത്തപ്പെട്ട് തരാൻ പറ്റൂലേ എനിക്ക്? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ആ മനസ്സിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തതായ എന്ത് കാര്യം നമുക്കുള്ളത്? നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വന്തം ഉപ്പയോട് മിണ്ടാത്തവർ എത്ര വിതുമ്പുന്നുണ്ടാവും ആ ഹൃദയം, ആ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. എൻ്റെ മോൻ ഒന്നെന്നെ ഉപ്പാന്ന് വിളിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു ഉപ്പായ ഉണ്ടാവുക? ആരോട് പറയാൻ? എപ്പോഴും ഉപ്പാമാരുടെ ജീവിതം അങ്ങനെയാണ്. ആരോടും പറയാതെ, പരിഭവം പറയാതെ, മുഖത്ത് ആ വിഷമം കാണിക്കാതെ നീറി പോകുകയാണ് എൻ്റെ മക്കൾ, എൻ്റെ മകൻ. ഓരോ ഫോൺ കോൾ വരുമ്പോഴും ആ ഫോണൊന്ന് എടുത്തു നോക്കും. ഇതെൻ്റെ പുന്നാര മോനാണോ? എൻ്റെ മോനെന്താ എന്നെ ഒന്ന് വിളിക്കാത്തത്? ഉപ്പമാരങ്ങനെ നീറുകയാണ്. ആ ഉപ്പയോട് മിണ്ടാതെ എത്ര കാലം ജീവിക്കാൻ പറ്റും? നമുക്ക് പറ്റുമോ? ചിന്തിച്ചു നോക്കിക്കേ. ഉമ്മയോട് മിണ്ടാത്തവരുണ്ട്. നൊന്തുപെറ്റ ഉമ്മായാണ്. 9 മാസക്കാലം വേദന തിന്ന് പ്രസവിച്ച് കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തി വലുതാക്കിയതായ ഉമ്മ. ആ ഉമ്മക്ക് നീയല്ലാതെ ആരാ ഉള്ളത്? ആരും. ആ ഉമ്മാനെ ചേർത്ത് പിടിക്കാൻ ആരാ ഉള്ളത്? നീയല്ലാതെ ഒരാളുമില്ല. ആ ഉമ്മയുടെ കാൽക്കീഴിൽ സ്വർഗമെന്ന് മുത്ത് റസൂല് പഠിപ്പിച്ചതല്ലേടാ? അതിനേക്കാൾ വലുതാണോ മറ്റെന്തെങ്കിലും? ആ ഉമ്മയോട് മിണ്ടാൻ നമുക്ക് കഴിയണം. ആ ഉമ്മയോടൊക്കെ മിണ്ടാതിരിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അല്ലാഹു നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പം ഇങ്ങനെ മിണ്ടാതെ നടക്കും. നമ്മുടെ കുടുംബത്തിലായാലും, സൗഹൃദങ്ങൾക്കിടയിലായാലും, മാതാപിതാക്കൾക്കിടയിലായാലും ഇങ്ങനെ മിണ്ടാതെ നടക്കും. ഒരു ദിവസം നമ്മുടെ ഫോണിലൊരു മെസ്സേജ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സ്റ്റാറ്റസ്, അല്ലെങ്കിൽ പള്ളികളിൽ നിന്നൊരു വിളിച്ചു പറയൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊന്നിറങ്ങിയപ്പോൾ ആ പുറത്ത് മതിലേലായിട്ട് അല്ലെങ്കിൽ മരത്തേലായിട്ട് ഒരു ഫ്ലെക്സ് കാണുവാണ്, ആദരാഞ്ജലികൾ. ആരാ അത്? ഞാൻ ഇന്നലെ വരെ മിണ്ടാതെ നടന്ന വ്യക്തി, ഞാൻ ഇന്നലെ വരെ സംസാരിക്കാതെ മുഖം തിരിച്ച് നടന്ന വ്യക്തിയാണ്. നമ്മളൊന്ന് ജോലി കളയുവാണ്, നമ്മൾ ഓടുവാണ് അയാളുടെ വീട്ടിലേക്ക്. എന്നിട്ട് അയാളുടെ റൂഹ് പിരിഞ്ഞ ശരീരത്തിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ വിതുമ്പി കരയുക. എന്തൊക്കെയോ നമ്മൾ പറയുന്നുണ്ട്. എന്ത് കാര്യമാണ് പറച്ചിലുള്ളത് അല്ലേ? ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയാതെ നമ്മൾ മാറിപ്പോയി. ഒന്ന് മിണ്ടാതെ, ഒന്ന് പരിഗണിക്കാതെ നമ്മൾ മാറിപ്പോയി. ആ മനുഷ്യ ജീവനറ്റ് കിടക്കുന്ന ശരീരത്തിൻ്റെ അടുക്കൽ വെച്ച് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, കണ്ണീര് വീഴ്ത്തുമ്പോൾ ആ ശരീരം തന്നെ ഒന്ന് പറയുന്നുണ്ടാവൂലേ, എടാ നീ 1 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നീ ഒന്ന് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിന്ന് ജീവനോടെ ഇവിടെ ഉണ്ടായേനെ കേട്ടോ. അല്ലെങ്കിൽ
നീ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം സന്തോഷവാനായിരുന്നേനെ. ഞാൻ എന്നെ ഒരുപാട് വിളിച്ചു, ഒരുപാട് പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചു. ഞാൻ യാത്രയാവുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചത്, പക്ഷെ നീ എടുത്തില്ല. പിന്നെ ഞാൻ യാത്രയായി പോയി. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പരിഗണിക്കാനും സംസാരിക്കാനും സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് കഴിയണം. മനുഷ്യൻ്റെ പ്രകൃതം മനസ്സും അങ്ങനെയാണ്. പലതും നമ്മുടെ ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. സൃഷ്ടികൾക്ക് നാം അങ്ങോട്ട് പുറത്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ മാത്രമാണ് സൃഷ്ടാവായ റബ്ബ് നമുക്ക് പുറത്തു തരുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? ആ മനസ്സല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ഇന്ന് തന്നെ, ഇന്നെന്നല്ല ഇപ്പോൾ തന്നെ നമ്മൾ ഫോൺ എടുക്കണം, വിളിക്കണം. പിണക്കങ്ങൾ ഇണക്കമായി മാറട്ടെ. നിനക്കറിയാം പിണങ്ങിയിരിക്കാൻ എനിക്കാവില്ല എന്ന്. എന്നിട്ടും നീ എന്നെ തോൽപ്പിക്കുമല്ലേ? നമുക്ക് ആ പഴയ ഇണക്കത്തിലേക്ക് ഒന്ന് മടങ്ങിയാലോ?